ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. മാൾഡോവ, നോർത്ത് മാസഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമ ബംഗാളിൽ BSFുമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിലെ 3ാം സ്ഥാനക്കാരെ നാളെ അറിയാം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്ത് പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ 20 സംസ്ഥാനങ്ങളിലായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജലന്ധറിൽ നിന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ റെയിൽവേയിൽ ദ്രുതഗതിയിലുള്ള പരിവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിനും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമ ബംഗാളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമുള്ള ജുമാഘട്ടിലെ BSFന്റെ 18ാം ബറ്റാലിയൻ ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. BSFുമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർവഹിക്കും. അതിർത്തി മേഖലയിലെ സുരക്ഷാ നടപടികൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് സിലിഗുരിയിൽ അദ്ദേഹം യോഗം വിളിച്ചു ചേർക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. എസ്റ്റോണിയയിൽ ഇന്ത്യ എസ്റ്റോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പിന്തുണയോടെ ഇന്ത്യയുടെ ഡിജിറ്റൽ ശേഷിയും ലോകോത്തര ഉൽപാദന മികവും സംയോജിപ്പിക്കുന്നത് ഇന്ത്യ എസ്റ്റോണിയ ഉഭയകക്ഷി ബന്ധത്തിന് പുതിയ ദിശ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. This reform journey over the last decade has made India a very attractive long-term investment destination. We have today, in the last 2 decades or so, about $1 trillion plus as foreign direct investment, apart from whatever is invested in our stock markets, at an annual run rate currently of about $100 billion. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആക്രമണങ്ങൾ രൂക്ഷമായി. ഇറാന്റെ തെക്കൻ പ്രവിശ്യയായ ഹോർമോസ്ഗാനിലെ പാലങ്ങൾക്ക് നേരെ രാത്രി US വ്യോമാക്രമണം നടത്തിയതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്നുള്ള ഇറാനിയൻ തീരദേശ നഗരമായ ബന്ദർ ഖമീറിലാണ് ആക്രമണമുണ്ടായത്. മറുപടിയായി ഖത്തർ, കുവൈത്ത് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പനാമ വിദേശകാര്യമന്ത്രി നാളെ ഇന്ത്യയിലെത്തും. തിങ്കളാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കറെയും അദ്ദേഹം സന്ദർശിക്കും. ബുധനാഴ്ച കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പനാമ വിദേശകാര്യമന്ത്രി വ്യാഴാഴ്ച ഇന്ത്യയിൽ നിന്ന് മടങ്ങും. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈ ഓവർ, 2 പാലങ്ങൾ, അടിപ്പാത എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BM&BC നിലവാരത്തിലാണ് പാത നിർമ്മിച്ചിരിക്കുന്നത്.
ജൻവിശ്വാസ് ഭേദഗതി നിയമം 2026 കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ ടിക്കറ്റ് പരിശോധനാ ഉദ്യോഗസ്ഥരുടെയും റെയിൽവേ സംരക്ഷണ സേനയുടെയും പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടി സ്വീകരിച്ചു. 600 രൂപ പിഴ അടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7000 രൂപ പിഴയും 1 ദിവസത്തെ തടവ് ശിക്ഷയും വിധിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഗുരുസേവയിൽ അരനൂറ്റാണ്ട് തികയുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടി ഇന്ന് നടക്കും. സച്ചിദാനന്ദ സ്വാമികൾ വർക്കല ശിവഗിരി മഠത്തിൽ ചേർന്നിട്ട് ഇന്ന് 50 വർഷം തികയും. അനുമോദന ചടങ്ങ് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. 22,000 രൂപ തുടക്കത്തിൽ നിക്ഷേപിച്ചാൽ പ്രതിമാസം 25 ലക്ഷം രൂപ വരുമാനം ഉറപ്പു നൽകുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധന വിഭാഗം വ്യക്തമാക്കി. മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ചർച്ചകൾ സുഗമമായി പുരോഗമിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് അമേരിക്ക നൽകിയിരുന്ന ഇളവ് അവസാനിച്ച സാഹചര്യത്തിൽ തുടർ നടപടികൾ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാക് അധീന ജമ്മുകശ്മീർ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ജമ്മുകശ്മീരിലും ലഡാക്കും ഉൾപ്പെടുന്ന മുഴുവൻ കേന്ദ്രഭരണ പ്രദേശവും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി. Construction work has rapidly progressed. First section will be opened in 2027 itself. Therefore, both sides agreed to start the operations with Indian high-speed train. Signaling equipment has been ordered accordingly and is in line with international specifications. No Japanese offer was received in this context. The project execution is in line with the common goal of starting the high-speed train project at the earliest. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ലോകകപ്പ് ഫുട്ബോളിലെ 3ാം സ്ഥാനക്കാരെ നാളെ അറിയാം. നാളെ പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഈ മാസം 20 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് BCCI. പരമ്പരയ്ക്ക് ശേഷവും രോഹിത് ടീമിൽ തുടരുമെന്നും വിരമിക്കലുമായി ബന്ധപ്പെട്ട് ബോർഡിൽ യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ലെന്നും BCCI സെക്രട്ടറി ദേവജിത് സൈക്കിയ വ്യക്തമാക്കി. രാജ്യത്തെ കായിക മേഖലയിൽ ഹോക്കിയുടെ വികസനം ലക്ഷ്യമിട്ട് ഹോക്കി ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള രാജ്യവ്യാപക പരിശീലന ശില്പശാലകൾക്ക് ഇന്ന് തുടക്കമാകും. രാജ്യത്തുടനീളമുള്ള ഹോക്കി പരിശീലകരുടെയും സാങ്കേതിക ഉദ്യോഗസ്ഥരുടെയും അറിവും നൈപുണ്യവും വർദ്ധിപ്പിക്കുകയും പരിശീലനത്തിന് കൃത്യമായ ഘടന രൂപീകരിക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. BBG റാംജി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കുള്ള പരിശീലന പരിപാടി കാസർഗോഡ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ മനുഷ്യന്റെ അവകാശമാക്കി മാറ്റാനും ജീവിത സൂചികയിൽ മാറ്റം വരുത്താനും തൊഴിലുറപ്പ് നിയമത്തിന് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാസയിലെ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ വിലാപയാത്രയ്ക്ക് നേരെയുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 22 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബറിൽ ഇരുവിഭാഗവും വെടിനിർത്തൽ കരാറിലെത്തിയിരുന്നെങ്കിലും ഗാസയിൽ ഇപ്പോഴും ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമ ബംഗാളിൽ BSFുമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ.
കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിലെ 3ാം സ്ഥാനക്കാരെ നാളെ അറിയാം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.